ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലേതാണ് വലിയ വാല്യൂ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 3 ആൻഡ് ഫോർത്ത് റൂട്ട് ഓഫ് 4 ഈ രണ്ട് വാല്യൂസിൽ ഏതാണ് വലുത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് റൂട്ട്സ് രണ്ടും ഈക്വൽ ആക്കണം. നമുക്ക് 3യുടെയും 4ൻ്റെയും LCM കാണാം. 3യുടെയും 4ൻ്റെയും LCM 12 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ റൂട്ട്സിനെ 12ലേക്ക് കൺവേർട്ട് ചെയ്യാം. 12 ആകണമെങ്കിൽ 3 ഇൻറ്റു 4. ഇപ്പോൾ ഇത് 12 ആയി. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതേ വാല്യൂ കൊണ്ട് തന്നെ നമുക്കിവിടെ പവറും കൊടുക്കണം. അപ്പോൾ 3⁴ എന്ന് വന്നു. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ റൂട്ടിനെ 12 ആക്കണമെങ്കിൽ 4 ഇൻറ്റു 3 എന്ന് ചെയ്യണം. അപ്പോൾ ഇതേ 3 തന്നെ നമുക്ക് പവറായിട്ട് കൊടുക്കണം. 4 ക്യൂബ് എന്ന് വന്നു. ഇനി ഈ രണ്ട് വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ 12 വരും. 3⁴ എന്ന് പറഞ്ഞാൽ 81 വരും. ഇവിടെ 4 ക്യൂബ് എന്ത് വരും? 64 വരും. ഇവിടെ 12 വരും. രണ്ടിൻ്റെയും റൂട്ട്സ് ഈക്വൽ ആക്കി. അപ്പോൾ ഇനി അകത്തുള്ള വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് ഏതാണ് വലുതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 81 ആണ് വലിയ വാല്യൂ. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 3 ആയിരിക്കും വലിയ വാല്യൂ.